നെയ്യാറ്റിൻകരയ്ക്ക് സമീപം ആറാലുംമൂട്ടിൽ ഗോപൻ സ്വാമിയുടെ സമാധി ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഋഷിവര്യന്മാരുടെയും സന്യാസി ശ്രേഷ്ഠന്മാരുടെയും കാർമ്മികത്വത്തിലാണ് മണിക്കൂറുകളോളം നീണ്ട ഈ സമാധി ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാമിയുടെ ഇളയ മകൻ തന്നെയാണ് പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ചേങ്കോട്ടുകോണം ആശ്രമത്തിലെയും ചെങ്കൽ ആശ്രമത്തിലെയും സ്വാമികൾ, ചെങ്കൽ സ്വാമിയാണ് പ്രധാനമായും ഈ സമാധി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. നിരവധി മഠങ്ങളിലെ സന്യാസിമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നിംസ് മെഡിസിറ്റിയിൽ നിന്ന് നാമജപ ഘോഷയാത്രയുടെ അകമ്പടിയോടുകൂടിയാണ് ഗോപൻ സ്വാമിയുടെ ഭൗതിക ശരീരത്തെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഒരു പത്മാസനത്തിൽ ഇരിക്കുന്ന ആ രീതിയിൽ തന്നെയായിരുന്നു ഈ ഘോഷയാത്രയിലുടനീളം ഗോപൻ സ്വാമിയുടെ ഭൗതിക ശരീരത്തെ കൊണ്ടുവന്നത്. ഇവിടെ എത്തി സമാധി അവസ്ഥയിൽ തന്നെ കൊണ്ടുവന്ന ആ ഭൗതിക ശരീരത്തെ സമാധി പീഠത്തിനുള്ളിലേക്ക് ഇരുത്തുകയായിരുന്നു. നേരത്തെ ആദ്യം വളരെ ചെറിയൊരു സമാധി പീഠത്തിലായിരുന്നു അദ്ദേഹത്തെ സമാധി ഇരുത്തിയതെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി വിശാലമായ, കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു സമാധി പീഠത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സമാധി ഒരുക്കുന്ന നടപടികളാണ് പൂർത്തിയായിരിക്കുന്നത്. എല്ലാ സുഗന്ധ ദ്രവ്യങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി എല്ലാ സുഗന്ധദ്രവ്യങ്ങളെയും, ഇതിനൊരു ചിട്ടവട്ടമുണ്ട്. ഈ സമാധി ചടങ്ങുകൾക്കൊരു ചിട്ടവട്ടമുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ, അതുപോലെ തന്നെ കർപ്പൂരം, അതുപോലെ തന്നെ ഭസ്മം, ഇവയൊക്കെ അതിൻ്റെ അനുപാതത്തിന് നിറച്ചുകൊണ്ടാണ് ഈ സമാധി മണ്ഡപം തന്നെ നിറയ്ക്കുന്നത്. അതിനുശേഷം മാർബിൾ പാകിയ ഒരു മൂടി ഉറപ്പിച്ചുകൊണ്ടാണ് സമാധി അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഏറെ സന്തോഷകരമായൊരു കാര്യം, ഒരു കുടുംബത്തിൻ്റെ മാത്രം ആചാരാനുഷ്ഠാനമായിരുന്ന ഒരു ക്ഷേത്രം, ഒരു കുടുംബത്തിന് മാത്രം അറിയാമായിരുന്ന ഗോപൻ സ്വാമി എന്ന് പറയുന്ന പഴയ ഒരു ചുമട്ടുതൊഴിലാളിയുടെ ആധ്യാത്മിക ജീവിതം, അത് ഇന്ന് കേരളം മുഴുവൻ, ഒരു പരിധി പറഞ്ഞാൽ ലോകം മുഴുവനുള്ള മലയാളികൾ അംഗീകരിച്ചിരിക്കുന്നു, അറിഞ്ഞിരിക്കുന്നു. ഗോപൻ സ്വാമിയുടെ സഹോദരി പറയുന്നത് ശരിയാണെങ്കിൽ കടൽ കടന്നു പോയിരിക്കുന്നു ഗോപൻ സ്വാമിയുടെ ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ കുറിച്ചുള്ള വാർത്തകൾ. അങ്ങനെ വളരെ ചെറിയൊരു പ്രദേശത്ത് മാത്രം അറിഞ്ഞിരുന്ന ഗോപൻ സ്വാമി ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന വ്യക്തിയായി മാറിയിരിക്കുന്നു. അത് ഈ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് ചില കുതന്ത്രങ്ങൾ മെനയാൻ ശ്രമിച്ച ചില ഗൂഢശക്തികളുടെ ശ്രമങ്ങളുടെ ഫലമായിട്ടായിരുന്നു. ആ സമാധി മണ്ഡപത്തെ പൊളിക്കാൻ, ആ സമാധി മണ്ഡപത്തിൻ്റെ പിന്നിൽ ചില ദുരൂഹതകളുണ്ട് എന്ന് ആരോപിച്ച ആളുകൾക്കുള്ള ചരിത്രപരമായ മറുപടിയാണ് ഗോപൻ സ്വാമിയുടെ മഹാസമാധിയായി മാറ്റി നടത്തുന്നതിലൂടെ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശം ഇപ്പോൾ പ്രശസ്തമായിരിക്കുന്നു. ഗോപൻ സ്വാമിയുടെ സമാധി പ്രശസ്തമായിരിക്കുന്നു. ഗോപൻ സ്വാമി പ്രശസ്തനായിരിക്കുന്നു. കേവലം മകൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന ഒരു സമാധിക്കപ്പുറം ഇന്ന് സന്യാസി ശ്രേഷ്ഠന്മാരുടെ കാർമ്മികത്വത്തിൽ ഏറ്റവും ഉചിതമായ രീതിയിലുള്ള ഒരു മഹാസമാധി ചടങ്ങ് തന്നെയാണ് ഇപ്പോൾ നെയ്യാറ്റിൻകരയ്ക്ക് സമീപമുള്ള ആറാലിമുട്ടിലുള്ള ആ വസതിക്ക് സമീപം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മഹാകൈലാസേശ്വര ക്ഷേത്രത്തിന് മുൻപിൽ ആ മഹാസമാധി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ആ മഹാസമാധിയുടെ ചടങ്ങുകൾ പൂർത്തിയാകും. ചടങ്ങുകൾ ഏറ്റവും തീവ്രമായ രീതിയിൽ കാണുന്നതിന് വേണ്ടി ആളുകളുടെ ഒരു വലിയ സഞ്ചയം തന്നെ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ രാവിലെ മുതൽ തന്നെ ഭക്തർ, വിശ്വാസികളൊക്കെ തന്നെ ഈ മഹാസമാധി സ്ഥലം സന്ദർശിക്കാനായി എത്തിയിരുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങൾ കേരളം ചർച്ച ചെയ്ത, കേരളം വലിയ വിവാദമാക്കി മാറ്റിയ ഒരു സമാധിയുടെ ഏറ്റവും ഒടുവിലത്തെ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഗോപൻ സ്വാമിക്ക് ഒരു സമാധി ഒരുക്കാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് ഹൈന്ദവ സംഘടനകളും മഠാധിപതികളും അടക്കമുള്ളവർ. ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ, ആധ്യാത്മിക തലത്തിൻ്റെ ഏറ്റവും ഔന്നത്യത്തിലേക്ക് എത്തുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗോപൻ സ്വാമി. ഒരു ഭൗതിക ജീവിതം നയിച്ചുകൊണ്ട്, ഒരു ലൗകിക ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും അദ്ദേഹം മനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക തലങ്ങൾ ഉയർത്തുകയായിരുന്നു. ഒരു കൂലിപ്പണിക്കാരനായി, ഒരു ചുമട്ടുതൊഴിലാളിയായി ജീവിക്കുമ്പോഴും അദ്ദേഹം വലിയ തലത്തിൽ ആധ്യാത്മികമായ അറിവുകൾ നേടിയിരുന്നു. മനുഷ്യനെ ലൗകികമായല്ല വിലയിരുത്തേണ്ടതെന്നും, ഒരു കാഴ്ചയിലല്ല മനുഷ്യനെ വിലയിരുത്തേണ്ടതെന്നും, ഒരു കാഴ്ചയിൽ ഉള്ള സൗന്ദര്യമല്ല ഒരു സന്യാസിയുടെ അല്ലെങ്കിൽ ഒരു യോഗിവര്യൻ്റെ ക്വാളിറ്റി എന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഗോപൻ സ്വാമിയിലൂടെ വന്നിരിക്കുന്നത്. ഗോപൻ സ്വാമി ഒരു ചൈതന്യമായിരുന്നു. ഗോപൻ സ്വാമി ഇനിയും ഒരു ചൈതന്യമായി മാറും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നേരത്തെ ആരൊക്കെയോ പറഞ്ഞു വെച്ചത്, ഗോപൻ സ്വാമിയുടെ കുടുംബത്തിനോ നാട്ടുകാർക്കോ പോലും അറിയാതിരുന്ന ഒരു ആധ്യാത്മിക
ചൈതന്യവും ആധ്യാത്മിക സമ്പത്തും ഗോപൻ സ്വാമിക്കുണ്ടായിരുന്നു. ഇത് പുതിയൊരു അറിവാണെന്നാണ് ഇന്ന് നാട്ടുകാരും അദ്ദേഹത്തിനെ അടുത്തറിയുന്നവരും ഒക്കെ തന്നെ പറയുന്നത്. ആ വാക്കുകൾ കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്. വരും തലമുറ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരു സന്യാസി വര്യൻ്റെ, ഒരു ആചാര്യൻ്റെ കൂടുതൽ വിശേഷങ്ങൾ തിക്കിത്തിരക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ മരുത്വാമലയിലെ സാന്നിധ്യത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മരുത്വാമലയിലെ ആശ്രമത്തെക്കുറിച്ചുള്ള ചില അറിവുകൾ കൂടി ഇതാ പ്രേക്ഷകർ കേൾക്കണം. ഗോപൻ സ്വാമിയുടെ ഭൗതിക ജീവിതത്തിന് മുൻപ് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ വലിയ ചരിത്രമുണ്ട്. അദ്ദേഹം മരുത്വാമലയിൽ ആശ്രമമുണ്ടായിരുന്നു. പിന്നീട് ആ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റു ചിലർക്ക് കൈമാറി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ ശ്രീ പുഞ്ചക്കരി സുരേന്ദ്രൻ അവർ നമ്മളോടൊപ്പമുണ്ട്. ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറയുമ്പോൾ ഗോപൻ സ്വാമിയെപ്പോൾ ഒരാൾ സമാധിയായി അങ്ങനെ ആകാമോ, അങ്ങനെ ആകുമോ എന്ന ഒരു സംശയങ്ങളിലാണ് ഈ ഇത്രത്തോളം വലിയ വിവാദങ്ങളുണ്ടായത്. ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആധ്യാത്മിക ജീവിതം സംബന്ധിച്ച് വളരെ നിർണായകമായ ചില കാര്യങ്ങൾ അങ്ങേക്കറിയാം. എന്താണ് അദ്ദേഹത്തിന്? ഗോപൻ സ്വാമിയെക്കുറിച്ച് നമ്മൾ പരാമർശിക്കുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി പുലർത്തി വന്നിട്ടുള്ള ഒരു ആചാര്യനായിരുന്നു, സ്വാമിയായിരുന്നു. ഭൗതികമായിട്ടുള്ള പ്രവർത്തനം, അതായത് കുടുംബജീവിതം നയിക്കുന്നതോടൊപ്പം അദ്ദേഹം ആത്മീയ രംഗത്ത് വളരെ സൈലൻ്റായിട്ട് നിശബ്ദമായ ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. അത് ഒരുപക്ഷെ ഈ വീട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ പോലും അതിൻ്റേതായ പൂർണ്ണ രൂപത്തിൽ അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ യാത്രകൾ ചെയ്യുമായിരുന്നു. താല്പര്യമുള്ള ആളാണ്. നിരന്തരമായിട്ടുള്ള യാത്ര അദ്ദേഹം ചെയ്തുകൊണ്ടേയിരുന്നു. ആ യാത്രകളിലൂടെയാണ് അദ്ദേഹം കൂടുതലും ഈ ആത്മീയ വിദ്യാഭ്യാസം സ്വായത്തമാക്കുവാനായിട്ടുള്ള ശേഷി കണ്ടെത്തിയിട്ടുള്ളത്. അനേകം ദിവസങ്ങളിൽ, ആഴ്ചയിൽ 2-3 ദിവസങ്ങളിൽ മരുത്വാമല കേന്ദ്രീകരിച്ചിട്ടുള്ള യാത്രയും അവിടെ പോയി ധ്യാനത്തിലിരിക്കുവാനും അവിടെ സാമൂഹ്യ പ്രവർത്തനങ്ങളും ആത്മീയ പ്രവർത്തനങ്ങളും നടത്തുവാനും അദ്ദേഹം അവിടെ പരിശ്രമം നടത്തിയിരുന്നു. ഒരുപക്ഷെ മരുത്വാമലയിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ നിശബ്ദമായ പ്രവർത്തനം കേരളത്തിലും തിരുവനന്തപുരത്തും നെയ്യാറ്റിൻകരയിലുള്ള സ്വന്തം വീട്ടുകാർ പോലും അറിഞ്ഞില്ല എന്നതാണ് ഇതിലെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഗോപൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു സ്വാമി ആണോ അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു സന്യാസിയാണോ എന്ന് തെറ്റിദ്ധരിക്കുവാൻ ജനങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഇതായിരുന്നു. സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതം ഗൃഹാശ്രമം നടത്തുന്നതോടൊപ്പം തന്നെ വളരെ ചിട്ടയോടുകൂടിയുള്ള ഒരു ആത്മീയ പ്രവർത്തനവും അദ്ദേഹം നടത്തിയിരുന്നു. മരുത്വാമല നമുക്കറിയാൻ സാധിക്കും. മരുത്വാമലയിൽ കയറുന്ന സമയത്ത് ആ മരുത്വാമലയിലേക്ക് കയറുന്ന എൻട്രിയിൽ അതിൻ്റെ പ്രവേശന സ്ഥലത്ത് അദ്ദേഹത്തിന് 20-25ഓളം സെൻറ്റ് സ്ഥലം സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഗോപൻ സ്വാമിക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ടായിരുന്നു. പക്ഷേ പ്രാരാബ്ധങ്ങളിൽ ജീവിതം ഒഴുകിയ ആ സ്വാമികൾക്ക് ഒരു വലിയ അന്തരീക്ഷം, ഒരു ആശ്രമത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുവാനും അതിൽ പ്രവർത്തിക്കുവാനാണ് താല്പര്യമുണ്ടായി അദ്ദേഹം അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടില്ല. ആ സമയത്ത് അവിടെ മരുത്വാമലയുടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുവാനായിട്ട് മറ്റൊരു സഹപ്രവർത്തകനെ കണ്ടെത്തി. പ്രൊഫസർ പൊന്നുമണി സ്വാമികളെന്നാണ് പറയുന്നത്. അദ്ദേഹം വൈകുണ്ഠസ്വാമികളുടെ ഭക്തനാണ്. അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ആചാര്യനാണ്, സ്വാമിയാണ്, അധ്യാപകനായിരുന്നു. അദ്ദേഹം ഈ ഗോപൻ സ്വാമിയുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ ഗോപൻ സ്വാമിയിൽ നിന്നും ഗോപൻ സ്വാമിയുടെ സ്വന്തമായിട്ടുണ്ടായിട്ടുള്ള ഇത്രയും സ്ഥലം 20-25 സെൻറ്റോളം വരുന്ന ആ പ്രദേശവും അവിടെയുള്ള ചെറിയ ഒരു ഓടിട്ട കെട്ടിടവും, 2 മുറിയേ ഉള്ളൂ, ആ ഓടിട്ട കെട്ടിടവും ഈ പൊന്നുമണി സ്വാമികൾക്ക് നൽകുകയാണ് ചെയ്തത്. പൊന്നുമണി സ്വാമി ഇപ്പോൾ അവിടെ ഒരു വലിയ അന്തരീക്ഷം ഉണ്ടാക്കി, ആശ്രമത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി അവിടെ വരുന്ന ഭക്തർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ വൈകുണ്ഠസ്വാമിയുടെ അഖിലത്തിരട്ട് അവിടെ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്, പാരായണം ചെയ്യുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ ഇന്ന് ഈ ചടങ്ങിനെത്താൻ പൊന്നുമണി സ്വാമികൾ നമ്മുടെ ഭൂമിയിലില്ല. അദ്ദേഹം അന്തരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ഇത് ഈ കുടുംബത്തിലുള്ള മകനോട് ഞാൻ സംസാരിച്ചപ്പോൾ ചെറിയ സൂചനകൾ കിട്ടിയിരുന്നു.
പക്ഷെ ഞാൻ മരുത്തോമലയുമായിട്ടും സ്വാമിത്തോപ്പുമായിട്ടും കന്യാകുമാരിയുമായിട്ടും എനിക്ക് ബന്ധങ്ങളുള്ളത് കൊണ്ട് അത് അന്വേഷിച്ചപ്പോൾ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളതെല്ലാം ഈ ഗോവിന്ദ് സ്വാമികൾ അവിടെ സ്വായത്തമാക്കിയിരുന്നു, സ്വന്തമാക്കിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് തന്നെ ഒരു ആത്മീയ പ്രചാരകനായിരുന്നു. സൈലൻ്റായിട്ട് നിശബ്ദമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയായിരുന്നു. സാധാരണ ഒരു മനുഷ്യനല്ല. ഇവിടെ ഒരു ചുമട്ടുതൊഴിലാളിയായിട്ട് ഉപജീവനം നടത്തിയെങ്കിൽ പോലും അദ്ദേഹം തികഞ്ഞ ഒരു ആത്മീയവാദിയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ സമാധികളിലൂടെ നമ്മൾ നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗോവിന്ദ് സ്വാമികളുടെ ഈ സമാധി എന്ന് പറയുന്നത്, ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ ആദ്യമായിട്ട് ഞാൻ സൂചിപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ ഈ സമാധി എന്ന് വെറും സമാധിയല്ല, ഒരു മഹാസമാധിയായിരുന്നു. ആ മഹാസമാധിയെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാത്തത് കൊണ്ട് നമ്മളതിനെ തെറ്റിദ്ധരിച്ചു, കുടുംബം തെറ്റിദ്ധരിച്ചു, നാട്ടുകാർ തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ പോലീസ് തെറ്റിദ്ധരിച്ചു, കോടതി വരെ അതിനെ നമുക്ക് സംശയത്തിൻ്റെ നിഴലിൽ കാണേണ്ടതായിട്ട് ഒരവസ്ഥ വന്നു. അങ്ങനെയാണ് ഇതിനെ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്തത് പാപമാണ്. ഒരു മഹാസമാധി നല്ലതുപോലെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് നടത്തിയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് തൻ്റെ സമാധി എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് കുടുംബം ചെയ്തത്. അതിൽ ചെറിയ അപാകതകൾ നിയമപരമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. പക്ഷേ എങ്കിൽ പോലും അത് നമുക്ക് വിഗ്രഹം ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തായാലും ആ വിഗ്രഹങ്ങൾ ഇന്ന് ഞങ്ങൾ നാട്ടുകാരും ഇവിടുത്തെ ഭക്തന്മാരും എല്ലാവരും ചേർന്നുകൊണ്ട് അതിനെ ഒരു മഹാസമാധിയാക്കി മാറ്റുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ, അവരുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ചെങ്കൽ സ്വാമിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ സമാധി രണ്ടാമതായിട്ട് മഹാസമാധിയായിട്ട് അതിനെ നമ്മൾ നടത്തുകയാണ്. ഭാവിയിലും ഇതൊരു വലിയൊരു തീർത്ഥാടന കേന്ദ്രം. കാരണം ഒരു സമാധി വരുമ്പോഴുണ്ടാകുന്ന വെളിച്ചം, ഈ ഗ്രാമത്തിനുണ്ടാകുന്ന വെളിച്ചം, ഒരുപക്ഷെ ഈ ഗ്രാമം വികസിക്കാത്തതിന് കാരണം ഈ സ്വാമി ഇനി അതിനൊരു കാരണമായിട്ട് മാറും. സ്വാമിയുടെ സമാധി അതിനൊരു കാരണമായിട്ട് മാറും. അത് ഈ ഗ്രാമത്തിന് വെളിച്ചം നൽകും, ശക്തി നൽകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് ഗോവിന്ദ് സ്വാമിയുടേത് ഒരു മഹാസമാധിയായിരുന്നു, ഒരു മഹാസമാധിയാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.